ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പഞ്ചാബിൽ ഇരട്ട സ്ഫോടനം നടന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പഞ്ചാബിൽ അടിക്കടി നടക്കുന്ന സ്ഫോടനം അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. പഞ്ചാബിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, അതായത് ലോ ആൻഡ് ഓർഡർ മൊത്തത്തിലൊരു അവതാളത്തിലായി മാറുന്നുണ്ടോ ഒരു സംശയമാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് വരുന്നത്. നിലവിൽ പഞ്ചാബിൽ ഇരട്ട സ്ഫോടനം നടന്നു എന്ന വാർത്ത പഞ്ചാബിലെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ജലന്ധറിലും അതോടൊപ്പം തന്നെ അമൃത്സറിലുമാണ് സ്ഫോടനങ്ങൾ നടന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ജലന്ധറിൽ BSF, അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആസ്ഥാനത്തിന് സമീപം അമൃത്സറിലെ ഖാസ കണ്ടോൺമെന്റിന് സമീപമാണ് ഒരു സ്ഫോടനം നടന്നത് എന്ന വാർത്തയാണ് വരുന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി ഇതുവരെ ഒരു റിപ്പോർട്ടുകളുമില്ല. ജലന്ധറിലെ BSF ഫ്രോണ്ടിയർ ആസ്ഥാനത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിന്റെ ആഹ്ലാദത്തിൽ ആ വാഹനം പൂർണ്ണമായും തകർന്നു എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ജലന്ധർ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ നിരോധിത സംഘടനയായ ഖലിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഖലിസ്ഥാൻ സംഘടന പഞ്ചാബിൽ വലിയ രീതിയിൽ വേരൂന്നി നിൽക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ഈ സംഘടന ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെന്ന് അറിയിച്ചിട്ടുള്ളത്. ജലന്ധറിലെ സംഭവത്തിന് തൊട്ടു പിന്നാലെ അമൃത്സറിലെ ഖാസ കണ്ടോൺമെന്റ് മേഖലയിൽ രണ്ടാമത്തെ ഒരു സ്ഫോടനം നടന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. അതായത് പഞ്ചാബിൽ ഇന്ന് 2 സ്ഫോടനമാണ് അതിരാവിലെ നടന്നുവെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനിക പ്രാധാന്യമുള്ള മേഖലയായതിനാൽ അതീവ ഗൗരവത്തോടെയാണ് സംഭവം. ഇത് ഇന്ത്യൻ ആർമിയും അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും ഇത് നോക്കിക്കാണുന്നത്. ഇതിന്റെ അന്വേഷണം ഇപ്പോൾ ആർമിയും തുടങ്ങിയിട്ടുണ്ട്. 2 ഇടങ്ങളിലും പോലീസും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും എത്തി ഒരു പരിശോധന നടത്തുന്നുണ്ട്. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ വ്യാപകമായ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടാതെ ഏപ്രിൽ 27-ന് പട്യാലയിലെ റെയിൽവേ ട്രാക്കിലും അതോടൊപ്പം തന്നെ ഒരു സ്ഫോടനം നടന്നു. കൂടാതെ NIA ആസ്ഥാനത്തിന്റെ സമീപം അവിടെ ഒരു സ്ഫോടനം നടന്നതായി അന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ഗൂഢാലോചനയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതീവ ഗൗരവമായി തന്നെ ഈ 2 സംഭവവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ BSF ആസ്ഥാനത്ത് നടന്ന വാഹനം പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട സ്ഫോടനത്തിൽ BSFും പഞ്ചാബ് പോലീസും സംയുക്തമായി തന്നെ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രി 10:00-ഓടുകൂടിയാണ് BSF ആസ്ഥാനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന് തീപിടിക്കുകയും ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടർ ഉടമയായ 22-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡെലിവറി ബോയായി പ്രവർത്തിക്കുന്ന ഈ യുവാവ് ഈ BSF ആസ്ഥാനത്ത് ഭക്ഷണം ഡെലിവറി ചെയ്യാൻ എത്തിയ സമയത്താണ് സ്ഫോടനം, വണ്ടി വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചത്. പിന്നാലെ സ്കൂട്ടറിന് തീ പിടിക്കുകയായിരുന്നു. അമൃത്സറിൽ നടന്ന സ്ഫോടനം ഗൗരവമേറിയതാണെന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. ബൈക്കിലെത്തിയ ആൾ ഗ്രനേഡ് എറിഞ്ഞ് ബൈക്കുമായി കടന്നു കളയുകയായിരുന്നു എന്നാണ് പറയുന്നത്. 2 ഇടത്തും ഫോറൻസിക് സംഘം വിശദമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. അമൃത്സറിൽ രാത്രി 11 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നും BSFും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ പഞ്ചാബിലേക്ക് എത്തി കൂടുതലായി തന്നെ വലിയ രീതിയിൽ വ്യാപകമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. 27-ന് പട്യാലയിലെ റെയിൽവേ ട്രാക്കിൽ നടന്ന സ്ഫോടനവും ഇന്ന് BSF ആസ്ഥാനത്ത് നടന്ന സ്ഫോടനവും അമൃത്സറിൽ നടന്ന സ്ഫോടനവും എല്ലാം കൂടെ ഒന്നിച്ചു വെച്ച് കണക്ട് ചെയ്ത ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കൂടാതെ ജലന്ധർ പോലീസ് കമ്മീഷണർ ഈ 2 സംഭവ സ്ഥലത്തും എത്തി കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. കൂടാതെ ഈ സ്ഫോടനത്തിന്റെ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം ഈ 2 സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് BSF ആസ്ഥാനത്ത് നിന്നും ഈ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യമൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ മറ്റ് ഈ അമൃത്സറിൽ ഗ്രനേഡാണ് എറിഞ്ഞതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല BSF ആസ്ഥാനത്ത് ഭക്ഷണം ഡെലിവറി ചെയ്യാനായിട്ട് എത്തിയ ആ ഡെലിവറി ബോയുടെ വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക പ്രശ്നമാണ്, അതായത് വണ്ടിയിൽ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ തകരാറ് കൊണ്ടാണോ അത് പൊട്ടിത്തെറിച്ചത്, അല്ലെങ്കിൽ ആ വണ്ടിയിൽ ഏതെങ്കിലും തരത്തിൽ ബോംബോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഫിറ്റ് ചെയ്ത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ഒരു സ്ഫോടനം നടത്തിയതാണോ എന്നടക്കമുള്ള ഒരു പരിശോധനയിലാക്കിയാണ് ഇപ്പോൾ BSF കടന്നിട്ടുള്ളത്. അത് ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി ലഭിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ.